ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ നിങ്ങളെപ്പോലെ യൂട്യൂബ് ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒന്ന് കിച്ചു സുധി, രേണു സുധി. ഇതാണ്. ആക്ച്വലി നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, നിങ്ങൾ വിചാരിക്കും അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നു, പിന്നെ ഞങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ടല്ലോ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടെന്ന്. ശരിയാണ്, അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് വെച്ച് കുറച്ചാൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇവൻ ഞാനടക്കം ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാമെന്ന് വിചാരിച്ചാൽ, ഇവിടെ രണ്ടുപേരും കുറ്റക്കാരല്ല. കിച്ചുവിൻ്റെ സൈഡ് നോക്കിയാൽ അവൻ്റേതായ ന്യായീകരണങ്ങളുണ്ട്. അതേപോലെ രേണുവിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ശരികളുണ്ട്. അപ്പോൾ നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. മേ ബി കിച്ചു അവന് ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അവൻ പറഞ്ഞു അവൻ്റെ ഫസ്റ്റ് മദർ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന്. അതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കെയറും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അവിടെ പൈസക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വിലയില്ല. ഇനി രേണുവിൻ്റെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചാൽ, അവർ ഇപ്പോൾ ഒരു അമ്മ തന്നെയാണ്. ഇനിയുള്ള അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതും അവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു. നമ്മൾ ആരാണ് അവരെ ശരിക്ക് വാല്യൂ ചെയ്യാൻ? നമ്മൾ ആരാണ് അവരെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് എന്ത് റൈറ്റ്സ് ഉള്ളത്? ഇവിടെ രണ്ടുപേരും രണ്ട് പോളാറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും ശരികളുണ്ട്. അവിടെ നമ്മൾ കയറി കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞ് അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ അവരുടെ ബന്ധത്തിൽ തന്നെ വിള്ളലുകൾ ഉണ്ടാക്കുകയാണ്. മേ ബി നമ്മൾ വിചാരിക്കും അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ട് അവർ ആക്ട് ചെയ്യാണല്ലോ നമ്മുടെ മുന്നിൽ. ഒബ്വിയസ്ലി എത്ര കുടുംബങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ എത്ര പേര് ഇങ്ങനെ പരസ്പരം ഉള്ളിൽ നിന്ന് പാര വെച്ചിട്ട് പുറത്തു വന്ന് ചിരിച്ചു കളിക്കുന്നുണ്ട്. സെയിം അത് തന്നെ. അവർ കുറച്ചൊരു കുറച്ച് എല്ലാവരും അറിയുന്ന വ്യക്തികളായതുകൊണ്ട് നമ്മൾ അവരെ ഇങ്ങനെ വിമർശിക്കുന്നു. പക്ഷെ നമുക്ക് ചുറ്റും നടക്കുന്നത് ഇത് തന്നെയല്ലേ. സോ അവരുടെ രീതിക്ക് ജീവിക്കട്ടെ. കിച്ചുവിൻ്റെ രീതിക്കും രേണുവിൻ്റെ രീതിക്കും ജീവിക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവർ അവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ ലൈഫ് ഇല്ലാണ്ടാക്കുന്നത് മോശമല്ലേ കൂട്ടുകാരെ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓക്കെ, അപ്പം ബൈ. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ മാസ്ക് ഇട്ടിട്ട് പറയുന്നതെന്ന്. എനിക്ക് ഒബ്വിയസ്ലി ഇപ്പം എൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് മാസ്ക് ഇട്ടിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരി, ബൈ.